കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലം, ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ രാഷ്ട്രീയപരമായി ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ പൗരന്മാര് ഭാഗമാകണം. പക്ഷേ വിശ്വാസികളായ മുസ്ലിങ്ങൾ മതപരമായ അടിസ്ഥാന മൂല്യങ്ങളെ ലംഘിക്കുന്ന വിധത്തിലുള്ള ആറാട്ടുകളിൽ ഭാഗമാവരുത്. നമ്മൾ എന്തിനുള്ളവരാണ്? ഈ രാജ്യത്ത് അടുത്ത ഒരു 5 കൊല്ലം നമ്മുടെ സംസ്ഥാനത്തിലെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ആരാണ് നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള മത്സരമാണത്. അതിൻ്റെതായ രീതിയിൽ മാത്രം കണ്ടാൽ മതി. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അനന്തമായ പരലോകത്ത് ജയിക്കാനുള്ള ഒരു ഇലക്ഷനിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന കാലം മുഴുവനും നമ്മൾ മത്സരത്തിലാണ്. ആരോട്? തിന്മകളോട് നന്മ കൊണ്ട് ജയിക്കാനുള്ള മത്സരത്തിലാണ്. അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക് അടുക്കാനുള്ള മത്സരത്തിലാണ്. അതുകൊണ്ട് സാബിഖൂ ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് മത്സരിക്കേണ്ടവരാണ് നമ്മൾ. അല്ലാതെ രാഷ്ട്രീയത്തിന്റെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മതമൂല്യങ്ങളെ ഹോമിച്ചുകൊണ്ട് മത്സരിക്കേണ്ടവരല്ല. വിശ്വാസികൾക്ക് എവിടെയും വിവേകം വേണം. ഏതോ ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവരുടെ മൂല്യങ്ങൾ മുഴുവനും ലംഘിച്ചു കളയുന്നു. ഏതോ ഒരാള് ഭരണാധികാരിയാക്കാൻ കുറെ മനുഷ്യർ അവരുടെ നിസ്കാര ഖലാക്കി അവരുടെ മതമൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്ത് അവരുടെ എല്ലാം പണയം വെച്ചുകൊണ്ട് അവരുടെ നല്ല ഒരു ആരോഗ്യം, നല്ല ഒരു സമയം തെരുവിൽ ഹോമിക്കുകയാണ്. വേണ്ട വേണ്ട. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇലക്ഷൻ ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. നമ്മളതിൽ ഭാഗമാവണം. പക്ഷേ നമ്മുടെ ജീവിതം അതിനുവേണ്ടി ഹോമിക്കാനുള്ളതല്ല. നമ്മൾ മൂല്യങ്ങളുടെ കാവൽക്കാരാവണം. നമ്മളെ മൂല്യങ്ങളുടെ കാവൽക്കാരാവണം. എല്ലാ മൂല്യങ്ങളെയും നശിപ്പിച്ചു കളയാനുള്ള കാലമല്ല. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മത്സരിക്കണം. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ റഅയ്ത അർ-റജുല യുനാഫിസുക ഫിദ്ദുനിയാ, മോനെ ആരെങ്കിലും ഒരാള് നിന്നോട് ഭൗതികമായ കാര്യത്തിൽ മത്സരിക്കാൻ വന്നാൽ, മോനെ ഭൗതികമായ കാര്യത്തിൽ ഒരാൾ നിന്നോട് മത്സരിക്കാൻ വന്നാൽ, ഫനാഫിസു ഫിൽ ആഖിറ, നിന്നോട് പണത്തിൽ മത്സരിക്കാൻ ഒരാൾ വന്നാൽ നീ നിസ്കാരത്തിൽ അവനോട് മത്സരിക്കണം, അവനെ തോൽപ്പിക്കണം. പ്രതാപം കൊണ്ട് നിന്നെ തോൽപ്പിക്കാൻ ഒരാൾ വന്നാൽ നീ സൽക്കർമ്മങ്ങൾ കൊണ്ട് അവനെ നേരിടണം. അതാണ് ഇദാ റഅയ്ത അർ-റജുല യുനാഫിസുക ഫിദ്ദുനിയാ, ദുനിയവിയായ കാര്യത്തിൽ ഒരാൾ നിന്നോട് മത്സരിക്കാൻ വന്നാൽ, ഫനാഫിസ്ഹു ഫിൽ ആഖിറ, നീ ആഖിറത്തിന്റെ കാര്യത്തിൽ അവനെ പിന്നിലാക്കി നീ മുന്നിലാവണം. അവന്റെ കയ്യിൽ നല്ല പൈസ ഉണ്ട്, അതിനെ അസൂയ വെച്ചിട്ട് ഇങ്ങനെ അവനോട് മത്സരിക്കാൻ പോവല്ല. നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ബാക്കിയുള്ള സമയം ആഖിറത്തിൽ മൂല്യമുള്ള കർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ അവനേക്കാൾ നല്ല നിസ്കാരക്കാരനാവണം, അവനേക്കാൾ നല്ല നോമ്പുകാരനാവണം, അവനേക്കാൾ കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവനാവണം. എന്നാൽ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നീ ഒരു കാര്യം ചെയ്യണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ,
സ്വഹാബത്ത് അങ്ങനെയാണ് ചെയ്തത്. നല്ല കാര്യത്തിൽ മത്സരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിന്റെ കാര്യം പറഞ്ഞാൽ സ്വഹാബത്ത് ഇബാദത്തിൽ മത്സരിക്കും. സദഖയുടെ കാര്യം പറഞ്ഞാൽ സദഖയിൽ മത്സരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ കൊണ്ടുവരാൻ പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഫസ്റ്റ് റാങ്ക് വാങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു റാങ്ക് വാങ്ങാൻ നോക്കി, നടന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനേക്കാൾ കൂടുതൽ ധർമ്മം ചെയ്തു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അറാക്ക മരത്തിൽ കയറി അതിൽ നിന്നൊരു കൊള്ളി പൊട്ടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കയറിയപ്പോൾ ഇൻകശഫത്ത് സാഖുഹു, മഹാനവറുകളുടെ തണ്ടങ്കാല് കാണാനിടയായി. മുട്ടിന് താഴോട്ടുള്ള ഭാഗമാണ്. വകാനത ദഖീഖതൻ ഹദീല, നേർത്ത മെലിഞ്ഞ കാലാണ്. ഫളഹിക മിൻഹാ ബഅദുൽ ഹാദിരീൻ, അപ്പൊ കുറച്ച് ആളുകൾ നോക്കി ചിരിച്ചു. ഓ, ഒരു എല്ലങ്കാലൻ, ഒരു മെലിഞ്ഞ കാലുള്ളയാൾ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതൽഹഖൂന മിൻ ദിഖത്തി സാഖി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലും മെലിഞ്ഞത് കണ്ടാണോ നിങ്ങൾ ചിരിക്കുന്നത്? വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു സാക്ഷി, ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ജബലി ഉഹദ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ ആ മെലിഞ്ഞ കാല് അല്ലാഹുവിന്റെ അടുക്കൽ ഉഹദ് പർവ്വതത്തെക്കാൾ ഭാരമുള്ള, മൂല്യമുള്ളതാണ്. കാരണം ആ കാല് ഇബാദത്തിന് ഉപയോഗിക്കുന്ന കാല, ആ കാല് നിന്ന് നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന കാല, ആ കാല് നിന്ന് ഖുർആൻ ഓതാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാലാണ്. അതുകൊണ്ട് കാലിന്റെ വണ്ണമല്ല, വലിപ്പമല്ല, മൂല്യമാണ്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഈ വീട് മുഴുവനും പൊന്നു വേണമെന്നല്ല, രത്നം വേണമെന്നല്ല, സമ്പത്ത് വേണമെന്നല്ല, അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് തങ്ങളെ പോലെയുള്ള ചുണക്കുട്ടന്മാര്, ആബിദീങ്ങൾ ഉണ്ടായാൽ അതാണ് വേണ്ടത്. ഈ നാട്ടിൽ യുദ്ധം ബാധിക്കാതിരിക്കണോ? ഈ നാട്ടിൽ ദുരന്തം വരാതിരിക്കണോ? നാട്ടുകാരായ ചെറുപ്പക്കാർ സ്വാലിഹീങ്ങളാവണം. പ്രായമുള്ളവര് സ്വാഭാവികമായും ആത്മീയ വിചാരമുള്ളവരാണ്. കുട്ടികൾ പഠിച്ചു വളർന്നു വരുന്നവരാണ്. അവർ യുവാക്കളെ കണ്ടാണ് റോൾ മോഡലുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാര് നന്നായാൽ ഒരു ജനത നന്നാവും. ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുത്തഖീങ്ങളാവണം, നല്ല കാര്യങ്ങളിൽ മത്സരിക്കുന്നവരാകണം. ഈ മഹല്ലിലെ ഒരു വീട്ടിലും അനാവശ്യങ്ങളുള്ള കല്യാണം ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് ചെറുപ്പക്കാരാണ്. എന്റെ കല്യാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തപ്പെട്ട കല്യാണമാവണം. ആര് തീരുമാനിക്കണം? പുതിയാപ്പിള തീരുമാനിക്കണം, ചെറുപ്പക്കാര് തീരുമാനിക്കണം. ഈ മഹല്ലിലെ മുഴുവൻ വീടുകളിലെയും ദീന് അവരുടെ ചെറുപ്പക്കാരുടെ കയ്യിലിരിക്കുകയാണ്. സഹോദരിമാരെ, നിങ്ങൾക്കും വലിയ റോളുണ്ട്. നമ്മുടെ വീട്ടിൽ ദീന് ഉയർന്നു നിൽക്കണം. മറ്റെല്ലാത്തിനേക്കാളും ദീനിന് മൂല്യം വേണേ. അല്ലാഹുവിന്റെ ദീൻ, അതിനെ പ്രാധാന്യം കൊടുക്കുന്ന ജനതയുണ്ടായാൽ അതിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല.